ഹലോ, അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ ഇസ്ലാമിൽ സംഖ്യകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 99 പേര്, നിസ്കാരം, അതുപോലെ ഇസ്ലാമിൽ 40 എന്നീ സംഖ്യകൾക്ക് വളരെ നേട്ടങ്ങളുണ്ട്. കാരണം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ വെക്കുന്ന നിമിഷം 40 തവണ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് പടച്ചോനെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ എന്ന് പറഞ്ഞ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും. ആമീൻ. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയ സമയത്ത് ചൊല്ലിയ ഒരു ദിക്റുണ്ടായിരുന്നു. അതായത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങൾ എപ്പോഴും 40 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 40 വട്ടം 40 ദിവസം തുടർച്ചയായി പറഞ്ഞാൽ, അതായത് ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവങ്ങൾ നടക്കുമെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ മാറാനും പ്രതിസന്ധികൾ മാറാനും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.